ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം 27. ഞാൻ വിചാരിച്ചു വല്ല പല്ലിയുമായിരിക്കുമെന്ന്. നല്ല ജീവനങ്ങ് പോയി. അത് കേട്ട് പാവം ഹരിയും ഒന്ന് ദയനീയമായി ചിരിച്ചു. ദൈവമേ, എന്നെ ഇവള് പല്ലിയോടാണല്ലോ ഉപമിക്കുന്നത്. ഇനി എന്തൊക്കെ. രാത്രി നേരത്തെ തന്നെ രണ്ടുപേർക്കും ഉറക്കം വന്നു. ഒരു ദിവസത്തെ അലച്ചിലുണ്ടല്ലോ. നമുക്കെന്നാ കിടക്കാം മിഷു, നല്ല ക്ഷീണമുണ്ട്. താൻ എന്റെ ബെഡിൽ കിടന്നോ, ഞാൻ ഇവിടെ സോഫയിൽ കിടന്നോളാം. എന്തിന്? ഇവിടെ AC ഇല്ലല്ലോ, നമുക്ക് റൂമിൽ കിടക്കാം. എങ്കിലായിക്കോട്ടെ. അല്ല, ഞാൻ ഓർത്തു തനിക്ക് എന്റെ കൂടെ കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഹരിയേട്ടന് പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞോ. എനിക്കെന്ത് പ്രശ്നം? ഞാനിതൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഏതൊക്കെ? എന്റെ മിഷു, നമ്മളിങ്ങനെ ഒന്നിച്ച് ഒരു വീട്ടിലുള്ള ജീവിതം. ഒത്തിരി കാട് കയറാതെ പെണ്ണേ. ഓ അതോ? പിന്നെ നീ എന്താ ഓർത്തത്? അയ്യോടാ, കിളവന്റെ ഒരു ജിജ്ഞാസ. ഡീ കിളവനോ? നീ അങ്ങ് വലിയ ചെറുപ്പമല്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ 2 ദിവസം കൊണ്ട് വല്ലാത്തൊരു മാറ്റം ഉണ്ടല്ലോ ഹരിയേട്ടന്. എന്തു പറ്റി? എനിക്കെന്ത് മാറ്റം? ഒന്നുമില്ല. പിന്നെ നേരത്തെ എനിക്ക് നിന്നെ പേടിയായിരുന്നു. ഇപ്പൊ നീ എന്റെ സ്വന്തമാണെന്ന് ഉറപ്പായപ്പോ ഒരു ധൈര്യം. നിന്നോട് എന്തു വേണേലും പറയാലോ. അപ്പോ നേരത്തെ സ്വന്തമാണെന്ന് തോന്നിയില്ലായിരുന്നോ? എന്റെ മിഷു, നീ അടിയുണ്ടാക്കാനുള്ള ടോപ്പിക്ക് കണ്ടുപിടിക്കാതെ. അയ്യോ, ഞാൻ അടിയുണ്ടാക്കുന്നില്ല. അതെ, നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങ്. ഹരിയേട്ടാ, ഈ ബെഡ് നമുക്ക് കുറച്ചുകൂടി നടുക്കോട്ട് പിടിച്ചിടാം. അതെന്താടോ, എന്തു പറ്റി? അത് എനിക്ക് ഭിത്തി സൈഡിൽ കിടക്കാൻ ഇഷ്ടമല്ല. താൻ ഈ സൈഡിൽ കിടന്നോ. എനിക്കങ്ങനെ ഒരു സൈഡൊന്നും പ്രശ്നമല്ല. എനിക്കങ്ങനെ സൈഡ് പ്രശ്നമൊന്നുമല്ല. എവിടെ വേണേലും കിടക്കും. എനിക്ക് കുഴപ്പമില്ല, താങ്ക്സ്. കിടക്കാം. അതും പറഞ്ഞ് ഒരു മലക്കം മറിഞ്ഞ് ഹരി സൈഡിൽ വന്നു. ദൈവമേ, ഇത് കൊച്ചു കുട്ടിയേക്കാൾ കഷ്ടമാണല്ലോ. അതെ, ഞാൻ ഫ്ലെക്സിബിളാണ് എന്റെ മിഷയിൽ വെച്ചേ. ഉറങ്ങിക്കോ, തനിക്ക് നല്ല ക്ഷീണമുണ്ട്. കുഞ്ഞി, ഉറങ്ങിയോ? ഇല്ല. എന്താ? ഞാൻ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നോട്ടെ. പുറത്തെ സൈഡിലേക്ക് നോക്കി കിടന്ന മിഷേൽ തിരിഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ഒരു പരിഭവ ഭാവമുണ്ടായിരുന്നു. അത് തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ടടോ. ഇങ്ങനെ നോക്കി പേടിപ്പിക്കണോ? മിഷേൽ അവന്റെ കണ്ണിലേക്ക് നോക്കി. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. മേജർ ഇനി എന്നെ വിളിക്കരുത്. അത് കേട്ട് അവന്റെ മുഖം വീണ്ടും മങ്ങി. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവൾ അവനടുത്തേക്ക് നീങ്ങിക്കിടന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഒരു നിമിഷം എടുത്തു അവന് കാര്യം മനസ്സിലാക്കാൻ. പിന്നെ ഒരു ചെറു പുഞ്ചിരിയോടെ അവനും അവളെ ചേർത്ത് പിടിച്ച് തന്നെ ഉറങ്ങി. രാവിലെ മിഷേലാണ് ആദ്യം ഉണർന്നത്. കണ്ണു തുറന്നപ്പോൾ കണ്ടു അവളുടെ കാൽഭാഗത്ത് തലവെച്ച് കാലിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഹരി. ഈ മനുഷ്യനിതെന്തു പറ്റി? ഞാൻ രാത്രി വലിയ ചവിട്ടും ബഹളമൊന്നും ഇല്ലാതെയാണല്ലോ ഉറങ്ങുന്നത്. പിന്നെ എന്തിനാ ഹരിയേട്ടൻ ഇങ്ങനെ കിടക്കുന്നത്? അവൾ കാലുകൾ വലിച്ചെഴുന്നേറ്റപ്പോൾ അവനും ഉണർന്നു. ബെഡിൽ എഴുന്നേറ്റിരുന്ന മിഷേൽ അവന്റെ മുഖത്തേക്ക് നോക്കി. ഗുഡ് മോർണിംഗ് ഇല്ല പെണ്ണേ. ഗുഡ് മോർണിംഗ് കാവലേ. അത് വേറെ ഒന്നുമല്ല, എനിക്കൊരു കൊതി തോന്നി. അന്ന് തന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഒരു വല്ലാത്ത സുഖമായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ ഒന്ന് കിടക്കണമെന്നും. അതാ. എന്നിട്ടോ? യെസ്, ഇപ്പോഴും എനിക്ക് അതേ ഫീൽ തന്നെയായിരുന്നു. ആഹാ, നന്നായി. അല്ല, ഇനിയുണ്ടോ ഇതുപോലെയുള്ള ആഗ്രഹങ്ങള്? പിന്നെ എന്റെ പെണ്ണ് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്റെ കർത്താവേ, താങ്ങാൻ ശക്തി തരണേ. അത് പറഞ്ഞ് പൊട്ടിച്ചിരിച്ച അവളുടെ ചിരിയിൽ അവനും ചേർന്നു. ഒരു നല്ല ദിവസത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട്. രാവിലെ മുതൽ തുടങ്ങിയതാണ് വീട് വൃത്തിയാക്കാൻ. ഹരി പറഞ്ഞതാണ് തന്നെ ചെയ്യേണ്ട ആളെ വെച്ച് വൃത്തിയാക്കാമെന്ന്. പക്ഷേ അതെങ്ങനെയാണ്? ചില പെണ്ണുങ്ങൾക്ക് ഒരു അസുഖമുണ്ട്. എന്തിനും ഏതിനും സ്വന്തം കൈ ചെന്നില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അക്കൂട്ടത്തിൽ പെട്ടതാണ് നമ്മുടെ മിഷേല്. എല്ലാം തന്നെ ചെയ്യണം. ഹരിക്കും കൂടി കംഫർട്ടബിൾ ആകുന്ന പോലെ റീഅറേഞ്ച് ചെയ്യുകയാണ് അവളുടെ വീട്. ഹരി മാത്രമല്ലല്ലോ, ഗംഗയും ഇവിടേക്ക് കല്യാണം കഴിഞ്ഞ് വന്ന പോലെ വരികയല്ലേ. ഇനി അവരുടെയും പ്രേമസലാപം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാണണം. ഒരു പൈജാമയും ടോപ്പും ഇട്ട് തോളിലൊരു തുണിയിട്ട് കയ്യിൽ മറ്റൊരു തുണിയും പിടിച്ച് കയ്യിലിരിക്കുന്ന മെഡലുകൾ തുടച്ച് വൃത്തിയാക്കുകയാണ് മിഷി. ആദ്യം കയ്യിലിരിക്കുന്ന തുണി വെച്ച് തുടയ്ക്കും. പിന്നെ അത് തോളിലിട്ട് അടുത്ത തുണിയെടുക്കും. കുറെ നേരം കൊണ്ട് ഹരി നോക്കി നിൽക്കുന്നുണ്ട് വാതിലിൽ. പെണ്ണിതൊന്നും അറിയാതെ ജോലിയിൽ നിൽക്കുകയാണ്. പിറകിൽ കൂടി ഹരി പതിയെ ചെന്ന് ഒരു കൈ കൊണ്ട് അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവന്റെ അടുത്തേക്ക് അടുപ്പിക്കുമ്പോൾ തന്നെ അടുത്ത കൈ അവളുടെ കയ്യിലിരുന്ന മൊമന്റോയിൽ പിടിച്ചിരുന്നു. ഹരി പ്രതീക്ഷിച്ചതുപോലെ അവൻ അവളെ പിടിച്ചപ്പോൾ തന്നെ ഒരു ഞെട്ടലോടെ അവൾ കയ്യിലിരുന്ന മൊമന്റോ വിട്ടിരുന്നു. എന്താടോ ഇത്? ഇപ്പൊ താഴെ വീണ് പൊട്ടിപ്പോയില്ലായിരുന്നോ? അത് തന്നെ,
ഞാൻ പേടിച്ചു പോയി ഹരിയേട്ടാ, വിട്ടേ. ഞാൻ ആകെ പൊടിയായി നിൽക്കുക. അതിനെന്താടോ, ഞാനും കുളിച്ചില്ലല്ലോ. അതല്ല, ഞാൻ പണിയൊക്കെ ഒന്ന് തീർക്കട്ടെ. ഓ, തൻ്റെ പറച്ചിൽ കേട്ടാത്തൊന്നും പണിയെല്ലാം തീർത്ത് കുളിച്ചൊരുങ്ങി താൻ എന്നെ വിടാതെ കെട്ടിപ്പിടിച്ച് നിൽക്കുമെന്ന്. അയ്യേ, എന്താടി ഒരു അയ്യേ? അല്ല, വയസ്സാം കാലത്ത് ഈ ചിന്ത മാത്രമാണോ? വയസ്സാം കാലത്തെ കാര്യം എനിക്കറിയില്ല, ചിലപ്പോൾ ഇത് മാത്രമായിരിക്കും. കാരണം വേറെ പണിയൊന്നും കാണില്ലല്ലോ. പക്ഷെ ഇപ്പോൾ ഇത് മാത്രമല്ല, ഇതും ഉണ്ടെന്ന് ഓർത്താ കൊള്ളാം. എന്നിട്ട് നിനക്ക് ഒരു കരുണയില്ലല്ലോ. ദേ മനുഷ്യ, നിന്ന് കൊഞ്ചാതെ ഇതൊക്കെ എൻ്റെ കൂടെ ഒന്ന് എടുത്തു വെച്ചേ. ഫ്രീ മൈൻഡ് നിങ്ങൾക്ക് ചേരില്ല, അത് വെറുതെ കാട് കയറും. അത് ഞാൻ ചെയ്യാം. നിന്റെ കൂടെ എന്തും ചെയ്യാൻ ഈ ഹരിയേട്ടന് ഇഷ്ടമാണ് പെണ്ണേ. എന്താ ഒരു തള്ളു, നടക്കട്ടെ. നിങ്ങൾ ചെറുപ്പകാലത്ത് പെണ്ണ് കിട്ടാതിരുന്ന നന്നായി, അല്ലെങ്കിൽ അവള് കുറെ കഷ്ടപ്പെട്ടു പോയേനെ. എന്നാലിനി ഈ സിമ്പതി നീ നിന്നോട് തന്നെ അയക്കോ, കേട്ടോടിയില്ല പെണ്ണേ. അതും പറഞ്ഞ് അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചു അവൻ. ഷോ, വേദനിച്ചു. നീ കുറച്ച് വേദന കൂടി സഹിച്ചു പഠിച്ചോ, പ്രയോജനം വരും. വരും വരും. എന്നെ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അറിയാൻ നീ സമ്മതിക്കണ്ടേ? കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ഇനി കൈവിട്ടു പോകും. പെട്ടെന്ന് അവൾ ജോലിയിലേക്ക് തിരിഞ്ഞു. അത് കണ്ട് ഒരു പുഞ്ചിരിയോടെ ഹരി പറഞ്ഞു, മിഷു, നമുക്ക് മാർക്കറ്റിൽ കൂടി പോയിട്ട് വരാം. ഓഫീസിൽ പോയി തുടങ്ങിയ പിന്നെ സമയം കാണില്ല. അതെ ഏട്ടാ, ഇനി ഇതും കൂടിയേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ കുളിച്ചു വരാം. ഏട്ടൻ കുളിക്കാൻ കയറിക്കോ. രണ്ടുപേരും കൂടിയാണ് കടയിലൊക്കെ പോയത്. എങ്കിലും അവിടെ ചെന്ന നേരം മുതൽ ഹരി ഫോണിലായിരുന്നു. അവളെ കണ്ണുകൊണ്ട് പുറത്തുണ്ടാകുമെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയത് കാരണം അവൾ തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത്. സോറിയിടോ, നാട്ടിൽ നിന്ന് രേവതിയായിരുന്നു. അവിടെ കുറച്ച് പ്രശ്നങ്ങൾ, അതാണ്. റിയലി സോറി. ഹേയ്, അതിനെന്താ, ഇത് എനിക്ക് വാങ്ങാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. രേവതി ഒരു പേടിത്തൊണ്ടിയാണ് കേട്ടോ. എത്ര പറഞ്ഞു കൊടുത്താലും ഒരു ധൈര്യവും ഇല്ലേ, അതാണ്. ചിലരങ്ങനെയാണ്. രാത്രി ആഹാരവും കഴിഞ്ഞ് കുറച്ചു നേരം രണ്ടുപേരും ടെറസിൽ കൂടി സംസാരിച്ച് നടന്നു. പിന്നെ വന്ന് കുളിയും കഴിഞ്ഞ് കിടക്കാൻ നേരം മിഷേൽ പറഞ്ഞു, ഹരിയേട്ടൻ കിടന്നോ, ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാണ് കിടക്കുന്നത്. കുറച്ച് സമയമെടുക്കും. ആയിക്കോട്ടെ, താൻ വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. മിഷേൽ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയെങ്കിലും അത് കണ്ടതായി അവനും നടിച്ചില്ല. അവൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഹരി ഒരു ബുക്കും വായിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അവൻ അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോഴേ അവളുടെ മനസ്സിലൊരു കൊള്ളിയാൻ മിന്നി. കഴിഞ്ഞോ? എന്നാ വാ, കിടക്കാം. അവന്റെ കൂടെ ബെഡിൽ വന്നിരിക്കുമ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. എന്താടോ, എന്താ ഒരു ടെൻഷൻ പോലെ? അറിയില്ല, എന്തോ ഒരു വല്ലായ്മ. നമ്മൾ ഒന്നിച്ചിങ്ങനെ കിടക്കുന്നത് ഓർത്താണോ? അതായിരിക്കില്ല. പിന്നെ? അറിയില്ല. ഞാനെന്നാ അപ്പുറത്തെ റൂമിൽ കിടന്നോട്ടെ. എന്താ കാര്യം? താൻ കംഫർട്ടല്ലേ എൻ്റെ കൂടെ കിടക്കാൻ? അല്ല, അതല്ല, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. അത് പറയുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അയ്യേ, എന്താ മിഷു ഇത്? ഞാൻ അപ്പുറത്ത് പോകാം, താനിവിടെ കിടന്നോ, വിഷമിക്കണ്ട കേട്ടോ. എനിക്കൊരു പരിഭവമില്ല. ഐ മീൻ ഇറ്റ്. താങ്ക്സ് ഏട്ടാ. ഹരി എഴുന്നേറ്റ് പോയി കഴിഞ്ഞ് മിഷേൽ ഓർത്തു, എനിക്കെന്താണ് പറ്റിയത്? ഇന്നലെ ഹരിയേട്ടൻ്റെ കൂടെയാണല്ലോ കിടന്നത്. ഞാൻ തന്നെയാണ് ഏട്ടനെ കെട്ടിപ്പിടിച്ച് കിടന്നത്. പിന്നെ ഇന്ന് എന്തു പറ്റി? സത്യത്തിൽ വിവാഹം നടക്കാത്തതുകൊണ്ടാണോ? അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ലല്ലോ. എന്നേ ഞാൻ മനസ്സുകൊണ്ട് ഹരിയേട്ടനെ സ്വന്തമായി സ്വീകരിച്ചതല്ലേ. അല്ലെങ്കിൽ തന്നെ ശരീരം കൊണ്ട് ഉണ്ടാകണമെന്ന് ഹരിയേട്ടൻ നിർബന്ധിക്കാൻ വരില്ല. അതെനിക്കറിയാലോ. എൻ്റെ ഇഷ്ടത്തിനും വില കൊടുക്കുന്ന മനുഷ്യനാണ്. എന്നിട്ടും എന്താണ് എനിക്ക് അസ്വസ്ഥത? ഈശ്വര, ഇനി എന്തൊക്കെ വിചാരിക്കും? എനിക്കെന്താ പറ്റിയത്? അങ്ങനെ പലതും ആലോചിച്ച് അവൾ ഉറങ്ങി. രാവിലെ ഹരി കണ്ണു തുറക്കുമ്പോൾ അവനെ ചുറ്റിപ്പിടിച്ച് മിഷേലും ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഇവളുടെ കൂടെ അല്ലല്ലോ കിടന്നത്, പിന്നെ എങ്ങനെ ഞാൻ ഇവിടെ എത്തി? കണ്ണുകൾ പായിച്ച് എല്ലായിടവും നോക്കിയപ്പോൾ അവന് മനസ്സിലായി, അവൻ മിഷേലിന്റെ റൂമിലല്ല, അവൻ രാത്രി വന്ന് കിടന്ന റൂമിൽ തന്നെയാണ്. മിഷേലാണ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. വല്ലാത്തൊരാശ്വാസം തോന്നി. പേടിച്ചുപോയി. ഞാൻ അറിയാതെ അവളുടെ റൂമിൽ ചെന്നു വിചാരിച്ചു. രക്ഷപ്പെട്ടു. ആ സന്തോഷം ചരിഞ്ഞു കിടക്കുന്ന മിഷേലിന്റെ തോളിൽ ചുണ്ടമർത്തിയാണ് അവൻ തീർത്തത്. സ്വിച്ചിട്ട പോലെ അവളുടെ കണ്ണുകൾ തുറന്നു. രാത്രിയിലെ കാര്യം ഓർമ്മ വന്നതുകൊണ്ട് ചുണ്ടനക്കി അവൻ സോറി പറഞ്ഞു. ഒന്ന് പുഞ്ചിരിച്ച് അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണ്ടും ചേർന്നു. അവന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നപ്പോൾ ഓർത്തു, പണ്ട് എനിക്കിഷ്ടമില്ലാത്ത മണമായിരുന്നു ഈ മാർഗോ സോപ്പിന്റെ. പക്ഷെ ഇപ്പോ ഈ നെഞ്ചിൽ നിന്ന് വരുന്ന മാർഗോ മണം വല്ലാത്തൊരു അഡിക്ഷനാണ്. നിങ്ങളിത് വല്ലതും അറിയുന്നുണ്ടോ എന്റെ ഉണക്ക സാബേ? രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ വല്ലാത്തൊരു ഉണർവായിരുന്നു. കുറെ നാളായി പോയിട്ട്, അതിന്റെ ആകും.
രാവിലെ എല്ലാ കാര്യങ്ങൾക്കും ഹരി കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവന്റെ മുഖത്ത് ഒരു നീരസവും പ്രകടമല്ലായിരുന്നു. അതുകൊണ്ട് ചെറിയ ടെൻഷൻ തോന്നി. ഇനി മനസ്സിൽ വല്ല ദേഷ്യമുണ്ടോ? അവന്റെ ബുള്ളറ്റിന്റെ പുറകിലിരിക്കുമ്പോഴും പൊതുവായ കാര്യങ്ങൾ മാത്രമാണ് അവർ സംസാരിച്ചത്. അതുകൊണ്ട് മിഷേലിനും ആശ്വാസം തോന്നി. ദിവസങ്ങളും രാത്രികളും കഴിഞ്ഞുപോയെങ്കിലും അവനെ സ്വന്തം ബെഡ്റൂമിലേക്ക് തിരിച്ചു വിളിക്കാനുള്ള ധൈര്യം ഒരിക്കലും അവൾക്ക് വന്നില്ല. എന്നാലും എന്നും അവൻ ഉറങ്ങിക്കഴിഞ്ഞ് അവന്റെ കൂടെ അടുത്ത റൂമിൽ കിടക്കുന്നത് അവളും ഒരു ശീലമാക്കി. അവൾ അടുത്തു വന്ന് കിടക്കുന്നത് കൊണ്ട് അവനും അത് അത്ര കാര്യമാക്കിയില്ല. എങ്കിലും അവൻ വിചാരിച്ചത് വിവാഹം വരെ അവൾ കാത്തിരിക്കുകയായിരിക്കുമെന്നാണ്. ഇതേ രീതിയിൽ ഒരാഴ്ച കടന്നുപോയി. രാത്രി ഒന്നിച്ചു കിടക്കുന്നില്ല എന്നതൊഴിച്ചാൽ അവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതൊരു വലിയ പ്രശ്നമായി ഹരിക്ക് തോന്നിയില്ലെങ്കിലും മിഷേൽ അതോർത്ത് നന്നായി ടെൻഷനായിരുന്നു. അവളെ ഏറ്റവും അധികം അലട്ടിയതും അവന്റെ കൂളായ പെരുമാറ്റമാണ്. ഒറ്റയ്ക്കാകുമ്പോൾ എല്ലാം ഉള്ള അവന്റെ പ്രണയത്തിൽ കുതിർന്ന വാക്കുകളും ചെറിയ ചെറിയ കുരുത്തക്കേടുകളും ഇപ്പോഴും അവന് അവളോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല എന്ന് കാണിച്ചിരുന്നു. അതെല്ലാം മിഷേൽ നന്നായി ആസ്വദിച്ചു. എങ്കിലും ആ 2 റൂം, ഹരിയുടെ റൂം, മിഷേലിന്റെ റൂം എന്ന് പേരിട്ട് വിളിക്കാനായപ്പോൾ അവർ രണ്ടും 2 റൂമിലേക്ക് ഒതുങ്ങിയിരുന്നു. അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതിനു ശേഷം മിഷേലും ഹരിയും ഒന്നിച്ചാണ് പാർക്കിൽ പോകുന്നത്. അവിടെയുള്ളവരോടെല്ലാം പറഞ്ഞത് വിവാഹം കഴിഞ്ഞു എന്ന് തന്നെയാണ്. വെറുതെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വേണ്ട എന്ന് തന്നെയായിരുന്നു അതിന്റെ പിന്നിലെ വിചാരം. ഹരിയേട്ടാ, ഞാൻ ഇന്ന് പാർക്കിലേക്കില്ല. ലിസിയെ ഒന്ന് കാണണം. എന്തു പറ്റിയിപ്പോ? അവളെ കണ്ടിട്ടല്ലേ വന്നത്? അതെ, വെറുതെ കുറച്ച് സംസാരിക്കണം. ശരി, എന്നാ താൻ ചെല്ല്. അതെ, അവിടെ വരെ ഒറ്റയ്ക്ക് നടക്കാൻ ഒരു എനർജി കുറവൊക്കെ ഉണ്ട് എനിക്ക്. കള്ളച്ചിരിയോടെ ഹരി പറഞ്ഞപ്പോൾ മുന്നോട്ട് നടന്ന മിഷേൽ തിരിച്ചു വന്ന് അവന്റെ 2 കവിളിലും ചുണ്ടുകൾ ചേർത്ത് തിരിഞ്ഞു നടന്നു. അവൻ കയ്യിൽ പിടിച്ചു നിർത്തി. അതെ, ഞാൻ കിട്ടുന്നത് അപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിലാണ്. കടം വേണ്ട. അവനും അവളുടെ കവിളിൽ തന്നെ ഒന്ന് മുത്തി. പതിയെ ആ ചെവിയിൽ ഒന്ന് കടിച്ചു. നാണത്തിൽ പൊതിഞ്ഞൊരു ചിരിയോടെ അവൾ വാതിൽക്കലേക്ക് നടന്നു. അത് കണ്ട് അവന്റെ കണ്ണുകളും ഒന്ന് തിളങ്ങി. എന്താണ് ഈ പെണ്ണിന് പറ്റിയത്? എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അവളായിട്ടൊരു ഹിന്റ് പോലും തരുന്നില്ല. ഇനി എന്തു ചെയ്യും? വിചാരിച്ച പോലെ കാര്യം നിസ്സാരമല്ല. എന്തോ ഒന്ന് അവളെ അലട്ടുന്നുണ്ട്. ലിസിയുമായി കുറെ സംസാരിച്ചിരുന്ന മിഷേൽ വല്ലാതെ അസ്വസ്ഥയാണെന്ന് ലിസിക്ക് മനസ്സിലായി. എന്താടി, നിന്റെ മുഖത്തൊരു തെളിച്ചയില്ലല്ലോ? അതോ ഇപ്പൊ ഞങ്ങളോടൊന്നും മിണ്ടാൻ ഇഷ്ടയല്ലേ? എപ്പോഴും ഹരിയേട്ടന്റെ ചിന്തയാണോ? പോ പെണ്ണേ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നിന്നെ കാണാൻ വരുവോ? പിന്നെ എന്താ എന്റെ പെണ്ണൊരു വാട്ടം? അത് ലിസി, ഞാൻ നിന്നോടൊരു പേഴ്സണൽ കാര്യം ചോദിക്കട്ടെ? ദേ മിഷി, നീ സമയം കളയാതെ ചോദിക്കുവെണ്ണേ. നീയും ടോമച്ചനുമായുള്ള വിവാഹത്തിന് മുമ്പ് നീ ഫസലിക്കെ സ്നേഹിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ഒത്തിരി ക്ലോസ് ആയിരുന്നല്ലോ. അതെ, അതിന് അല്ല ഞാൻ ചോദിക്കുന്നത്, ടോമച്ചൻ നിന്നെ കിസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും നിനക്ക് ഫസലിക്ക കിസ് ചെയ്തത് ഓർമ്മ വരാറുണ്ടോ? എനിക്കറിയാം എന്റെ ചോദ്യം ചീപ്പാണെന്ന്, പക്ഷേ ലിസി അവളെ തന്നെ നോക്കിയിരുന്നു. എന്തു പറ്റി? ജോർജ് ചായം വല്ലാതെ ശല്യം ചെയ്യുന്നു? എനിക്കറിയില്ല. ഹരിയേട്ടൻ എന്റെ റൂമിൽ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് പഴയതെല്ലാം ഓർമ്മ വരും. ഞാനത് നിന്നോട് എങ്ങനെ പറയുമെന്നറിയില്ല. പക്ഷേ എന്റെ നെഞ്ചു നിറയെ ഹരിയേട്ടനോടുള്ള സ്നേഹമുണ്ട്. പക്ഷേ ഏട്ടൻ എന്നെ നോക്കുന്നത് പോലും ഞാൻ അറിയാതെ ഇച്ചായനുമായി കമ്പയർ ചെയ്യുന്നു. പിന്നെ ഒരു വല്ലാത്ത പിടപ്പാണ്. നീ പറഞ്ഞേ, നിനക്കങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ? നിനക്ക് കിസില് മാത്രമല്ലേ, ഞാൻ എത്രയോ പ്രാവശ്യം ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ പോലും തളർന്നു പോയിരുന്നു. പക്ഷെ മിഷി, ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെയാണ്. മനസ്സ് കൈവിടുന്നു കണ്ട ഒറ്റപ്പിടിക്ക് അതിനെ വർത്തമാനകാലത്തിൽ കൊണ്ടുവരിക. പിന്നെ നീ നോർമലായി എല്ലാം ആസ്വദിക്കും. സത്യാണോ? ആണ് പെണ്ണേ, നീ പേടിക്കുന്നത് പോലെ ഒന്നുമില്ല. 2ാം കെട്ട് ആദ്യമായി ഒന്നും അല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എത്രയോ പേരെ സ്നേഹിച്ചു കഴിഞ്ഞാണ് ഒരാളെ വിവാഹം കഴിക്കുന്നത്. എനിക്കിന്നാണ് മനസ്സിലായത്, ഹരിയേട്ടൻ ഞങ്ങളുടെ റൂമിൽ വന്നാലേ എനിക്ക് പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ഞാനും എൻജോയ് ചെയ്യുന്നു ഹരിയേട്ടന്റെ കുറുമ്പുകൾ. അപ്പോൾ ഇതുവരെ കാര്യം കുറുമ്പിൽ തന്നെ നിൽക്കുന്നതേ ഉള്ളൂ? ഒരു ചമ്മിയ ചിരിയോടെ അവളൊന്ന് മൂളി. പെണ്ണെ, അങ്ങനെ നീ പരീക്ഷിക്കരുത്. പോടി, ഞാൻ ശ്രമിക്കാം. ഒരാശ്വാസത്തോടെയാണ് മിഷേൽ തിരിച്ച് അവളുടെ വീട്ടിൽ വന്നു കയറിയത്. 2 ദിവസത്തിന് ശേഷമുള്ള ഒരു വൈകുന്നേരം വൈകിട്ട് ചായയുമായി ബാൽക്കണിയിൽ ഹരിയുടെ കൂടെ ഇരിക്കുമ്പോൾ മിഷേൽ ആകെ അസ്വസ്ഥയായിരുന്നു. മനസ്സിൽ പലവട്ടം കൂട്ടിക്കുറച്ചതാണ്. എങ്കിലും പറയാൻ, എന്നോട് സംസാരിക്കാൻ എന്നു മുതലാണ് നിനക്കിത്ര ആലോചിക്കേണ്ടി വന്നത്? എന്ത്? നിനക്ക് എന്നോട് വല്ലതും സംസാരിക്കാനുണ്ടോ? അതേട്ടാ, ഇപ്പൊ നമ്മൾ രജിസ്റ്റർ വിവാഹത്തിന് ആപ്ലിക്കേഷൻ കൊടുത്തതല്ലേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിച്ചിട്ട്. മിഷേൽ, ഹരിയുടെ കണ്ണിലെ ദേഷ്യം കണ്ട് മിഷേൽ തല കുനിച്ചു.
ഹരി ചാടി എഴുന്നേറ്റപ്പോൾ അവന്റെ കാല് തട്ടി മുന്നിലിരുന്ന സെൻട്രൽ ടേബിൾ കുലുങ്ങി കപ്പും ട്രേയും കൂടി താഴെ വീണു പൊട്ടി. അതിന്റെയും ഹരിയുടെയും കൂടിയുള്ള ശബ്ദമായപ്പോൾ മിഷേൽ 2 കൈകൊണ്ടും ചെവി പൊത്തി കണ്ണുകൾ ഇറുക്കി അടച്ചു നിന്നു. നീ എന്താ പറഞ്ഞത്? കല്യാണം എന്താ വല്ല കുഞ്ഞുകളിയാണോ? നിനക്കെന്താടി വട്ടുപിടിച്ചോ? ഒരാഴ്ച കൊണ്ട് ഞാൻ കാണുന്നു തന്റെ ഭാവമാറ്റങ്ങള്. എന്താ തന്റെ മനസ്സില്? അത് ഹരിയേട്ടാ, എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. പക്ഷെ പറയാതിരിക്കാനും തോന്നുന്നില്ല. നീ വെറുതെ കാട് കയറാതെ കാര്യം പറഞ്ഞു മിഷു. നമുക്ക് അകത്തിരിക്കാം ഹരിയേട്ടാ. ഇവിടെ ഇങ്ങനെ ഒച്ചയെടുത്താ എല്ലാരും കേൾക്കും. പ്ലീസ്. പിന്നെ എല്ലാവർക്കും നിന്റെ ഭാഷ അറിയാലോ. ഭാഷ അറിയില്ല എങ്കിലും ദേഷ്യം മനസ്സിലാകും. വാ. ഹരി നടക്കുമ്പോൾ അവളുടെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചിരുന്നു. സോഫയിൽ പോയിരിക്കുമ്പോൾ ഹരിയുടെ മുഖം ദേഷ്യവും ടെൻഷനും കൊണ്ട് വലിഞ്ഞു മുറുകിയിട്ടുണ്ടായിരുന്നു. അവന് ഓപ്പോസിറ്റായി അവളിരുന്നു. എന്താ പറയുന്നില്ലേ? പറയാം. അസഹ്യതയോടെ ഹരി അവളെ നോക്കിയിരുന്നു. അവളുടെ കണ്ണ് നിറഞ്ഞു വരുന്നത് കണ്ടപ്പോൾ അവന്റെ ദേഷ്യം ഒന്ന് തണുത്തു. മിഷു, സോറി, ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. താൻ സമാധാനത്തോടെ പറഞ്ഞു. എന്തായാലും ഞാനുണ്ടാകും തന്റെ കൂടെ. നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്, അത് മറക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയാൻ തീരുമാനിച്ചത്. എനിക്ക് ഈ സൗഹൃദം നഷ്ടപ്പെടുത്താൻ കഴിയില്ല. ആരും പറഞ്ഞില്ലല്ലോ നഷ്ടപ്പെടുത്തണമെന്ന്. എന്റെ പെണ്ണെ റിലാക്സായി പറഞ്ഞേ. അത് പറയുമ്പോൾ അവൻ ഒരു പുഞ്ചിരി അണിഞ്ഞിരുന്നു. അത് ഹരിയേട്ടാ, നമുക്കുടനെ ഒരു വിവാഹം വേണ്ട. എനിക്ക് ഏട്ടൻ വിചാരിക്കുന്ന ഒരു ഭാര്യയാകാൻ സാധിക്കുമെന്ന് തോന്നില്ല. എന്തുപറ്റി? അത് വീണ്ടും വന്ന അവളുടെ മൗനം അവനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചുവെങ്കിലും മുഖത്ത് അതൊന്നും തന്നെ പ്രകടമായില്ല. അവനൊന്നും മിണ്ടാതെ അവളുടെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു. പറയടോ, എന്തായാലും ഞാനല്ലേ. എനിക്ക് ഹരിയേട്ടനോടുള്ള സ്നേഹത്തിനൊരു കുറവുമില്ല. എനിക്കറിയാം ജോർജ് ജയൻ ലോകത്തില്ല എന്നും. പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. അത്രയും പറഞ്ഞ് മിഷേൽ തല കുനിഞ്ഞിരുന്നു. ഹരി ഒരു ദീർഘനിശ്വാസം എടുത്തു. പിന്നെ പതിയെ അവന്റെ മുഖത്തൊരു പുഞ്ചിരി വന്നു. ഇത്രേ ഉള്ളോ കാര്യം? മിഷേൽ അതിശയത്തോടെ അവനെ ഒന്ന് നോക്കി വീണ്ടും തല കുനിച്ചു. ഹരി എഴുന്നേറ്റ് അവളുടെ അടുത്ത് ചെന്നിരുന്നു. ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അത് ആഗ്രഹിച്ചതുപോലെ അവൾ അവന്റെ നെഞ്ചിൽ മുഖമമർത്തി. അപ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പ്രായം മറന്ന് കാമുകനെ നഷ്ടപ്പെടുന്ന ഒരു കാമുകി മാത്രമായി അവൾ മാറി. മിഷേൽ, തനിക്ക് എന്താ പറ്റിയത്? നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഡോ, വിവാഹം അല്ലെങ്കിൽ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് തന്റെ വിചാരം? സെക്സ് മാത്രമാണെന്നാണോ? താൻ എന്താ കൂടെ കൂടെ നമ്മുടെ പ്രായം മറക്കുന്നത്? എനിക്ക് താൻ എന്റെ കൂടെ വേണമെന്നാണ് പറഞ്ഞത്. ബാക്കി ഒന്നും തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മളിത് പലവട്ടം സംസാരിച്ചതല്ലേ. പിന്നെ എന്താണ് തനിക്കിപ്പോ ഒരു മനംമാറ്റം? അതല്ല, ഇനി വിവാഹശേഷം എന്റെ സ്വഭാവം മാറുമെന്നാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. താൻ തന്റെ ഇഷ്ടം പോലെ തീരുമാനിക്ക്. എന്നെ തനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.